കഥയുടെ ആരംഭത്തിൽ കഥാനായികയായ ലിന്നിനെയാണ് കാണിക്കുന്നത്. അവളുടെ പാരൻസ് ഇപ്പോൾ അവൾക്ക് പകരമായിട്ട് അവളെ പോലെ തന്നെ ഒരു AI റോബോട്ടിനെ ദത്തെടുത്തിരിക്കുകയാണ്. ആ ഒരു AI വന്നതു മുതൽ അവളെ ആരും ശ്രദ്ധിക്കാതെ ഇരുന്നു. ഒരിക്കൽ അവൾ പുതിയ ഫോൺ വാങ്ങിച്ച കാര്യം അച്ഛനോട് പറയാനെത്തിയപ്പോൾ അച്ഛൻ അവളെ പുച്ഛത്തോടെ നോക്കി AI റോബോട്ടിനോട് നീയാണ് എൻ്റെ മകളെന്ന് പറഞ്ഞ് അവളെ പ്രശംസിക്കുകയാണ്. ഒരു AI സിസ്റ്റം ആയതിനാൽ അവൾ വളരെ അച്ചടക്കമുള്ളതാണ്. അവൾ എല്ലാ കൽപ്പനകളും കൃത്യമായി പാലിച്ചു. അതുകൊണ്ടാണ് അച്ഛൻ അവളോട് വലിയ ഇഷ്ടം തോന്നിയത്. ഇതൊക്കെ കാണുമ്പോൾ അവൾക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. പക്ഷെ കാര്യങ്ങൾ പതുക്കെ വഷളായി വന്നു. അമ്മയും അച്ഛനെ പോലെ തന്നെ റോബോട്ട് ചെയ്യുന്നതാണ് അമ്മ മുൻതൂക്കം കൊടുത്തത്. ഒരു റോബോട്ട് ചെയ്യുന്നത് അവൾക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അമ്മ റോബോട്ടും വെച്ച് അവളുമായി കമ്പയർ ചെയ്തു. ചേട്ടൻ പോലും അവളെ വകവയ്ക്കുന്നില്ല. അപ്പോൾ റോബോട്ട് വന്ന് അവളോട് കഴിക്കാൻ പറഞ്ഞപ്പോൾ റോബോട്ടിനുള്ള ദേഷ്യത്തിൽ റോബോട്ടിനെ തള്ളിയിടുകയാണ് അവൾ. ഇതുമൂലം ആ സിസ്റ്റം തകരാറാകുകയും വൈദ്യുതി തടസ്സത്തിന് കാരണമായി. പക്ഷെ അന്ന് അവൾക്ക് അറിയില്ലായിരുന്നു അന്ന് മുതൽ അവളുടെ ജീവിതം കീഴ്മറിഞ്ഞു മാറുമെന്ന്. റോബോട്ട് അവളുടെ അനിയത്തിയാണ്. അതുപോലെ തന്നെ തനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അമ്മ അവൾക്ക് ഒരു അടി കൊടുത്തു. ഒരു അനുസരണ പോലും ഇല്ലെന്ന് പറഞ്ഞ് അവളെ പാരൻസ് അവളെ മര്യാദ പഠിപ്പിക്കാനായിട്ട് ഒരു അക്കാദമിയിൽ ചേർക്കുകയാണ്. പക്ഷെ ചേർന്ന അക്കാദമി സാധാരണ ഒരു അക്കാദമിയല്ല, മറിച്ച് മനുഷ്യനെയല്ല പഠിപ്പിക്കുന്നത്, AI റോബോട്ടിനെയാണ്. അത് 3 വർഷമാണ്. തന്നെ അവിടെ കൊണ്ടാക്കരുതെന്ന് ലിന്ന് തൻ്റെ പാരൻസിനോട് തീവ്രമായി അപേക്ഷിച്ചെങ്കിലും അവർ അവരുടെ വാക്ക് പോലും കേട്ടില്ല. അവരുടെ AI മകളോട് അവർക്ക് അത്രയ്ക്കുമേൽ സ്നേഹമാണ്. അങ്ങനെ 3 വർഷങ്ങൾ വളരെ വേഗത്തിലാണ് കടന്നുപോയത്. അവൾ അനുസരണയുള്ള പെൺകുട്ടിയെ ഇപ്പോൾ മാറി. 3 വർഷത്തിന് ശേഷം അവളെ കൂട്ടാനായിട്ട് അവളുടെ പാരൻസ് എത്തി. അച്ഛനും അമ്മയും അവളെ ഒരുപാട് മിസ് ചെയ്തു. എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. അപ്പോൾ അവിടുത്തെ ഒരു പ്രൊഫസർ വന്ന് ഇനി അവളോട് മിണ്ടണമെങ്കിൽ സ്റ്റാർട്ടപ്പ് കമാൻഡ് പറയേണ്ടതുണ്ട്. അതിന് 1314 പവർ ഓൺ എന്ന് പറയുന്നു. അവരുടെ എല്ലാ സ്റ്റുഡൻസിനോടും സ്റ്റാർട്ടപ്പ് പറഞ്ഞാൽ മാത്രമാണ് അവർ റിയാക്ട് ചെയ്യുള്ളൂ. അതിനാൽ ഓരോ കാര്യത്തിനും അത് ആരംഭിക്കുന്നതും നിർത്തുന്നതും നിങ്ങൾ കമാൻഡുകൾ നൽകണം, അല്ലെങ്കിൽ അനുസരിക്കില്ല. അവളും അനുസരണയുള്ള കുട്ടിയായ സന്തോഷത്തിലാണ് ഇപ്പോൾ ഇവർ. അതിനാൽ അവർ 1314 പവർ ഓൺ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ റോബോട്ടിനെ പോലെ ഓണായി അവരോട് സംസാരിച്ചു. തമാശയ്ക്ക് ചേട്ടൻ പട്ടിയെ പോലെ കുരയ്ക്കാൻ പറഞ്ഞതും അതവൾ ചെയ്തു കാട്ടി. എന്നാൽ ഇതൊക്കെ കാണുന്ന അവർക്ക് തന്നെ ഷോക്കാവുകയാണ്. അവരുടെ മകൾക്ക് വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അവർ അവളെ കൂട്ടി വീട്ടിലേക്ക് പോകുമ്പോൾ മകളുടെ മാറ്റത്തെക്കുറിച്ചും ചേട്ടൻ പട്ടിയെ പോലെ കുറുക്കാൻ പറഞ്ഞതൊക്കെ പറഞ്ഞ് കളിത്താമശ പറയുമ്പോൾ അവൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അമ്മ നീ എന്താണ് മിണ്ടാത്തെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും അവൾക്ക് കമാൻഡ് മാത്രം പറഞ്ഞാൽ മാത്രമാണ് അവൾ ഉത്തരം നൽകുന്നത്. അതിനാൽ അവർ ഓർഡർ നൽകി. അവർക്കും വിശ്വസിക്കാനേ പറ്റുന്നില്ല അവളുടെ മാറ്റം. ഇപ്പോൾ അവൾ അവരുടെ AI റോബോട്ടിനെ പോലെയുണ്ട്. സത്യത്തിൽ 3 വർഷം അവൾക്ക് നരകതുല്യമായിരുന്നു. ഒറ്റയ്ക്ക് റൂമിൽ കിടത്തി പണിഷ്മെന്റായി ഇലക്ട്രിക് ഷോക്ക് ഏൽപ്പിച്ചു. അവളെ ശാരീരികവും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തു. അവർ അവളെ സ്വയം പൂർണ്ണമായി മറന്നു കളഞ്ഞ് AI സോഫ്റ്റ്വെയർ പോലെ പെരുമാറാൻ നിർബന്ധിച്ചു. എന്നാൽ അവൾ സ്വയം സംരക്ഷിക്കാൻ അവർ പറയുന്നതെല്ലാം അവൾ സമ്മതിക്കുകയായിരുന്നു ചെയ്തത്. അത് സ്വന്തം വ്യക്തിത്വം മറന്ന് അവളിപ്പോൾ 1314 ആയി സ്വയം മാറിക്കഴിഞ്ഞു. അവിടുത്തെ ആൾക്കാരൊക്കെ വളരെ ക്രൂരന്മാരായിരുന്നു. അവൾക്ക് വേണ്ട റൂമിന് പകരം നൽകിയത് ഒരു ചെറിയ വൃത്താകൃതിയിലുള്ള പെട്ടിയിലായിരുന്നു. നാളുകൾ പോകെ ലിന സ്വയം പൂർണ്ണമായി മറന്നു തുടങ്ങി. സ്വയം ഒരു AI കണക്കാക്കാൻ തുടങ്ങി. കുറച്ച് സമയത്തിന് ശേഷം അവർ വീട്ടിലെത്തുകയാണ്. വീടിന് മുന്നിൽ തന്നെ അവർ ആദ്യം കൊണ്ടുവന്ന AI റോബോട്ട് അവളെ സ്വീകരിക്കാനുണ്ടായി. എന്നാൽ അവർക്കായിട്ട് കുറേ നേരം നിന്നതിനാൽ കാല് കടിക്കുമെന്ന് പറഞ്ഞ് അവരെ കൂട്ടി അകത്തേക്ക് പോയി. അതും അവളെ കൂട്ടാതെ. അവർ അകത്തേക്ക് കയറിയപ്പോഴാണ് ലിന്നിനെ അകത്തേക്ക് കയറ്റിട്ടില്ലെന്ന കാര്യം നോട്ട് ചെയ്ത്. അമ്മ വേഗം പുറത്തേക്ക് ഇറങ്ങി നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്, അകത്തേക്ക് വരാനായി പറഞ്ഞു. പിന്നീട് 1314 എന്ന് പറഞ്ഞാലാണ് അവൾ അകത്തേക്ക് കയറിയത്. പഴയ റോബോട്ട് അവളോട് മിണ്ടുന്നത് കാണുമ്പോൾ ഇവർ കരുതും അവളുടെ ദേഷ്യം കുറഞ്ഞെന്ന്. ശേഷം സമയം കടന്നുപോയി. എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. പക്ഷേ ലിൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അമ്മയോട് എന്തിനാണ് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അവളോട് ഭക്ഷണം കഴിക്കാൻ ആജ്ഞാപിച്ചു. ഇത് കേട്ടതും അവൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പക്ഷെ അവൾ ആദ്യം മുളകാണ് എടുത്തു കഴിക്കാൻ തുടങ്ങിയത്. ഇത് കണ്ട അവളുടെ ചേട്ടൻ അവളോട് നിനക്ക് ഏറ്റവും വെറുപ്പുള്ളത് മുളകിനോടാണല്ലോ, പിന്നെ എന്തിനാണ് നീ ഇതെടുത്ത് കഴിക്കുന്നത്, ഇത് നിനക്ക് പൊങ്ങച്ചം കാണിക്കാനാണെന്ന് ചോദിക്കുമ്പോൾ അമ്മ ചേട്ടനെ ചീത്ത പറയുകയാണ്. നിന്റെ അനിയത്തിക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചു, നീ അത് കണ്ട് സന്തോഷിക്കാൻ നോക്ക്. കാരണം ഇപ്പോൾ അവൾക്ക് ഭക്ഷണത്തെക്കുറിച്ച് വലിയ ചിന്തയില്ല, എന്ത് കിട്ടിയാലും കഴിക്കും. എന്നിരുന്നാലും ചേട്ടൻ അവൾ വെറുതെ അഭിനയിക്കുകയാണെന്നാണ്. അവൾ പൂർണ്ണമായി മാറിയിട്ടുണ്ടെങ്കിൽ അവൾ ഇത് കഴിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾക്കൊരു പ്ലേറ്റ് നീലക്കട നൽകി. പക്ഷെ അതും അവൾ എടുത്തു കഴിച്ചു. എല്ലാവരും കരുതിയത് അവൾ അത് കഴിക്കില്ലെന്നാണ്. കാരണം അവൾക്ക് അത് കഴിച്ചാൽ അലർജിയാണ് ഉണ്ടാകുന്നത്. എന്നാൽ അവരുടെ കമാൻഡ് കേട്ടതും അടുത്ത നിമിഷം അത് അവൾ എടുത്തു കഴിച്ചു. ഇതൊക്കെ കാണുന്ന അമ്മ അത്ഭുതപ്പെടുകയാണ്. അക്കാഡമി തന്നെ വളരെയധികം മാറ്റിയിരിക്കുന്നെന്നും നീലക്കടനെ ഇഷ്ടപ്പെട്ടെന്നും അവർ കരുതി. എന്നാൽ കുറച്ചു നേരം കഴിയുമ്പോൾ നീലക്കടല കഴിച്ചതിൻ്റെ എഫക്റ്റിൽ അവളുടെ മുഖത്തൊക്കെ അലർജിയായിട്ട് മാറുകയാണ്. അവൾക്ക് ശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടി. നിമിഷങ്ങൾക്കുള്ളിൽ അവൾ ബോധം കെട്ട് വീണു. അവളുടെ ചേട്ടൻ ഉടനെ തന്നെ ആംബുലൻസിനെ വിളിക്കുകയാണ്. അതേസമയം അവളുടെ അമ്മ അവളെ ഉണർത്താനായിട്ട് ശ്രമിച്ചു.
വിളിച്ചെങ്കിലും അവൾ ഉണർന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞതും അവൾക്ക് ബോധം വീണ്ടെടുക്കുകയാണ്. നിനക്ക് നീലക്കടല കഴിച്ചാൽ അലർജി ഉണ്ടാകുന്നെന്ന് അറിയില്ലെന്ന് പറഞ്ഞ് അമ്മ ചീത്ത പറഞ്ഞു. പക്ഷെ അക്കാദമിയിൽ ആണെങ്കിൽ ഇതിനെക്കാട്ടും ഭയാനകമായിരുന്നു. വാസ്തവത്തിൽ അവൾ അക്കാദമിയിൽ ചേർന്നപ്പോൾ അലർജി കാരണം നീലക്കടല കഴിക്കാൻ വിസമ്മതിച്ചതിനാൽ അവിടെയുള്ള ആൾക്കാർ അതിൻ്റെ പേസ്റ്റൊക്കെ അവളുടെ കയ്യിലേക്ക് പുരട്ടി അവളെ ഒരുപാട് ഉപദ്രവിച്ചു. അവർ അവളെ നിർബന്ധിച്ചൊക്കെ മുളകൊക്കെ കഴിപ്പിച്ചു. അവർ അതും മുഴുവൻ അവളുടെ വായിൽ തന്നെ കുത്തിത്തിരുകി. അതും അവളെ പേടിച്ചു നിർത്തി. അവൾക്ക് വളരെയധികം അസ്വസ്ഥ ഉണ്ടാവുകയും അലർജി കാരണം അവളുടെ ദേഹം മൊത്തം പൊള്ളലേറ്റു. അതിനുശേഷമാണ് അവൾ ഈ പച്ചമുളകും അലർജി വരുന്ന സാധനങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. വീണ്ടും അവൾ അത് എടുത്ത് കഴിക്കുമ്പോൾ ഇത് നിനക്ക് കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അമ്മ അവിടെ കൈ തട്ടി കളഞ്ഞു. പക്ഷെ അവൾ നിർത്താൻ പറഞ്ഞിട്ടില്ലെന്ന് അവൾ പറയുകയാണ്. അച്ഛനുടനെ അവളുടെ അലർജിയുടെ മരുന്ന് കൊടുത്ത് ഉടനെ ഡോക്ടറെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എന്നാൽ ഇതൊക്കെ കാണുന്ന ചേട്ടന് തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. നീ എന്ത് പ്രാന്താണ് ചെയ്യുന്നത്? നിന്റെ അഭിനയം നിർത്തിക്കോ. ഞങ്ങൾക്ക് ആ പഴയ ലിന്നയായി മാറാൻ മതി. ഈ റോബോട്ടിനെ പോലെ ആവുന്നത് എന്തിനാണെന്ന് പറഞ്ഞ് ദേഷ്യം വന്ന അച്ഛൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വിളിച്ച് തൻ്റെ കൊച്ചിനെ നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത് അസാധാരണമാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഓക്കെ ആവും. ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള ഏറ്റവും മികച്ച വിദ്യാർത്ഥിയാണ് 1314. ഇവിടുത്തെ സോഫ്റ്റ്വെയറിനേക്കാൾ മികച്ചതാണ് അവൾ. ഇതെല്ലാം അസാധാരണമാണ്. കുറച്ച് ദിവസത്തിനുള്ളിൽ അവൾ സാധാരണ നിലയിലേക്ക് മടങ്ങും. ഇത് കേൾക്കുമ്പോൾ ഇവർക്കൊന്ന് ആശ്വാസമാവുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എല്ലാം സാധാരണ നിലയായി. പക്ഷേ അപ്പോഴും അവൾക്ക് യാതൊരുവിധ മാറ്റമില്ല. എല്ലാവരും പറയുന്ന ജോലിയൊക്കെ ചെയ്തു. പക്ഷെ ഒരു രാത്രി വരെ അവളെ ഓഫ് ചെയ്യാൻ മറന്നു. എല്ലാവരും ഉറങ്ങിയ സമയത്ത് അവൾ സോഫയിൽ തന്നെ ആയിരുന്നിരുന്നത്. അതും രാവിലെ വരെ. പുലർച്ചയായി അമ്മ എഴുന്നേറ്റ് വരുമ്പോഴാണ് ലിന്നയുടെ ഇരിപ്പ് കണ്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നിയത്. അന്ന് രാത്രി അവൾ ഇവിടെ തന്നെയായിരുന്നു, എങ്ങും പോയിട്ടില്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അവളുടെ അവസ്ഥ കണ്ട് ആകെ പരിഭ്രാന്തിയായ അവളെ വിളിച്ചിട്ട് അവളൊന്നും മിണ്ടില്ല. സോ അച്ഛൻ കമാൻഡ് പറഞ്ഞപ്പോൾ ശേഷമാണ് അവൾ കണ്ണടച്ചത്. മകളുടെ ഈ ഒരു അവസ്ഥ കണ്ട് എന്തോ ഇവിടെ തെറ്റുപറ്റി കാണുമെന്ന് പറഞ്ഞ് അമ്മ കരയുമ്പോൾ അച്ഛൻ അത്ര വിഷമിക്കുന്നതായി തോന്നുന്നില്ല. അധികം വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി മുതൽ അവളെ നല്ലോണം നോക്കാനായിട്ട് പറയുകയാണ്. ഇതൊക്കെ ആ AI റോബോട്ട് കാണുന്നുണ്ടായി. അങ്ങനെ കാര്യങ്ങൾ പതുക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് ആ AI റോബോട്ടിന്റെ പിറന്നാളാണ്. കുടുംബം വളരെ സന്തോഷത്തിൽ ആവേശത്തിൽ AI റോബോട്ടിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ നിൽക്കുകയാണ്. എന്നാൽ അവളെ നോക്കണമെന്ന് പറഞ്ഞവർ ഇപ്പോൾ AI റോബോട്ടിന്റെ കാര്യങ്ങളാണ് നല്ലോണം നോക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ അവിശ്വസനീയമിതം അവൾക്ക് നല്ല സങ്കടമുണ്ട്. ഇന്ന് അവളുടെയും കൂടി പിറന്നാളാണ്. ഇപ്പോൾ കുടുംബം അവളെ പൂർണ്ണമായി മറന്നു. തുടക്കത്തിൽ ഇതെല്ലാം ഓർത്ത് വിഷമം തോന്നിയെങ്കിലും കാലക്രമേണ അവളുടെ കുടുംബം തന്നെ സ്നേഹിക്കുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി. കാരണം 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ തെറ്റ് അവളുടെ ഫാമിലി അവളുടെ ജന്മദിനത്തിൽ ആ കഥമിലേക്കാണ് വിട്ടത്. എത്രയൊക്കെ കെഞ്ചി പറഞ്ഞിട്ട് പോലും അവർ കേട്ടില്ല. പക്ഷെ അവളുടെ ഫാമിലി അവളെ പിന്തുണച്ചില്ല. 3 വർഷങ്ങൾക്ക് ശേഷം അവളുടെ നിഷ്കളങ്കതയും സന്തോഷം ആണ് അവർ കവർന്നെടുത്തത്. അത് അവളെ ബാധിക്കുന്നില്ല. അപ്പോൾ AI റോബോട്ട് അവിടെ അടുത്തേക്ക് വന്ന്, സിസ്റ്റർ, 3 വർഷങ്ങൾക്ക് മുമ്പ് നീ എന്നെ തള്ളിയിട്ടതുപോലെ ഇന്ന് നിങ്ങൾക്കിപ്പോഴും അങ്ങനെ തള്ളിയിടാൻ കഴിയുമോ? ലിന്നയും കമാൻഡ് കേട്ട് തള്ളിയിടാൻ കൈ നീട്ടിയപ്പോഴാണ് അവൾക്ക് എന്തോ അത് ശരിയാവില്ല എന്ന് തോന്നൽ വന്ന് കൈ പിൻവലിക്കുമ്പോൾ ആ AI റോബോട്ട് മനഃപൂർവ്വം തകരാറിലാക്കാൻ വേണ്ടി തള്ളി വീഴുകയാണ്. ഇത് കണ്ട് വീട്ടുകാർ പേടിക്കുകയും അവളുടെ ചേട്ടൻ എത്തിയുടനെ സാഹചര്യം മനസ്സിലാക്കാതെ അവൻ സ്വന്തം സഹോദരിയെ തള്ളിയിട്ടു. എല്ലാവരും ആ AI മകളെ സ്വന്തം മകളെ പോലെയാണ് പരിഗണിക്കുന്നത്. എഴുന്നേറ്റ് അവൾ, ചേച്ചി എന്തിനാണ് എന്നെ തള്ളിയിട്ടത്? അവൾ തന്നെ വെറുപ്പോടെയാണ് ഇപ്പോഴും കാണുന്നത്. ഇക്കാരണത്താലാണ് അവൾ എന്നെ വീണ്ടും തള്ളിയിട്ടെന്ന് പറയുമ്പോൾ ഇത് കേട്ടിവർ അവളെ വീണ്ടും എന്തിനാണ് നീ ഇവളെ തള്ളിയിട്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ഇവൾ പറഞ്ഞിട്ടാണെന്ന് പറയുമ്പോഴും അവൾ ഇപ്പോഴും പൂർണ്ണമായി മാറിയിട്ടില്ല. നമ്മുടെ മുന്നിൽ ഒരു നാടകം കളിക്കുകയാണ്. അമ്മയും ചീത്ത പറഞ്ഞു. വെറുതെയാണ് നിന്നെ നന്നാക്കാൻ വിട്ടത്. നീ ഒട്ടും മാറിയിട്ടില്ല. ഞങ്ങളുടെ മുന്നിൽ നീ കള്ളത്തരം കാട്ടുകയാണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ അവൾക്ക് വളരെ സങ്കടം തോന്നുന്നു. അവളുടെ കണ്ണുകളിൽ കണ്ണുനീരൊഴുകുമെങ്കിലും കരയാൻ പോലും കൽപ്പന ലഭിച്ചിട്ടില്ലാത്തതിനാൽ അവൾ സ്വയം നിയന്ത്രിക്കുക. ചേട്ടൻ ഇങ്ങനെ ജീവിക്കുന്നതിന് പകരം അവളോട് പോയി മരിക്കാനായി പറഞ്ഞു. പക്ഷെ അത് അവൾ കമാൻഡായിട്ട് തന്നെ വേണമെന്ന് പറയുമ്പോൾ ചേട്ടൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ കമാൻഡായിട്ടാണ് പറഞ്ഞത്. പോയി മരിക്കാനായി പറഞ്ഞതും അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ AI റോബോട്ട് വീണ്ടും വീണു. എല്ലാവരുടെ ശ്രദ്ധ മാറിയപ്പോൾ ലിന തിരിഞ്ഞുപോയി. എല്ലാവരും അവളുടെ മരണം ആഗ്രഹിക്കുന്നു. അതിനാൽ അവൾ ഈ കൽപ്പന സ്വീകരിച്ച് മുകളിൽ നിന്ന് ചാടാൻ ഒരുങ്ങി. ഇത് കണ്ട് ഷോക്കായ അച്ഛനും അമ്മയും ചേട്ടനും ഓടിയെത്തിയെങ്കിലും ചാടില്ലെന്ന് പറയുമ്പോൾ അവൾ തിരിഞ്ഞ് നിങ്ങളുടെ കമാൻഡ് അനുസരിച്ചെന്ന് പറഞ്ഞ് അവൾ മുകളിലത്തെ നിലയിൽ നിന്ന് നേരെ ചാടുകയാണ്. വീട്ടുകാർ ഇത് കാണുകയും പേടിച്ചവർ പരിഭ്രാന്തായി താഴെത്തി. അവളെ ഗുരുതരാവസ്ഥയിൽ കണ്ട് അവർ കരയാൻ തുടങ്ങി. ചേട്ടനുടൻ തന്നെ ആംബുലൻസിനെ വിളിച്ചു. അവർ അവളെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ അമ്മ ഡോക്ടറിനോട് എൻ്റെ മകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് തൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുമെന്ന് പറയുന്നു. പക്ഷെ രോഗിക്ക് രക്തം നല്ലവണ്ണം രക്ഷപ്പെട്ടു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഡോക്ടർ നേരെ ആശുപത്രിയിലേക്ക് പോവുകയാണ്. ഡോക്ടർ നേരെ ശസ്ത്രക്രിയ ചെയ്യാനായി ആരംഭിച്ചു. ഇത് തൻ്റെ തെറ്റാണ്, ഞാൻ അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു. അവൾ നമ്മുടെ മകളിൽ എന്ന് പറഞ്ഞ് അമ്മ
പൊട്ടിക്കരയുമ്പോൾ ചേട്ടനും അമ്മ എന്തിനാണ് സ്വയം കുറ്റപ്പെടുത്തുന്നത്? അമ്മയും കണ്ടതല്ലേ അവൾ ചെയ്തത്. അവൾ ഇപ്പോൾ ഒരു മനുഷ്യനെയല്ല. അവളെ തള്ളിയിട്ടതിൽ വയ്യാതെ കിടക്കുന്നത് അവളാണ്. അമ്മയ്ക്ക് മനസാക്ഷിയില്ല എന്ന് പറയുമ്പോൾ ദേഷ്യം വന്ന അമ്മ അവനൊരടി കൊടുത്തു. അവൾ നിന്റെ അനിയത്തിയാണ്. അവളെക്കുറിച്ച് നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയും? ചേട്ടനും നിങ്ങളിപ്പോൾ അവളെയാണല്ലോ വലുത്. എന്നെങ്കിലും അവളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് റോബോട്ടിനെ പരിശോധിച്ച ഡോക്ടർ ചേട്ടന് ആ സ്നേഹം വിളിക്കുകയാണ്. ഈ സോഫ്റ്റ്വെയറിന്റെ കാലുകൾ കേടുപാട് സംഭവിച്ചിട്ടുണ്ടെന്നും പക്ഷെ മറ്റു ചില വിചിത്രമായ കാര്യങ്ങൾ ഡോക്ടർ കണ്ടെത്തിയെന്ന്. ഒരുമിച്ച് വളരെയധികം തന്നെ സമയം ചെലവഴിക്കുന്നുണ്ട്. ഇക്കാരണത്താൽ അവളുടെ ഉള്ളിൽ വികാരങ്ങൾ വളർന്നു. അവൾ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. എനിക്കത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് കഴിയില്ല. കഴിഞ്ഞ 3 വർഷത്തെ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ അയച്ചു തരാം. അത് ശ്രദ്ധാപൂർവ്വം കാണാനായി പറഞ്ഞു. ഇതെല്ലാം നിങ്ങൾക്ക് ബാധകമാണ്. ഇവരും വീഡിയോ നോക്കുമ്പോൾ സിസ്റ്റത്തിൽ സേവ് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ അവൻ ഓൺ ചെയ്തു. നോക്കുമ്പോൾ ലിന്ന അവളെ തള്ളിയിടുന്നതില്ല. അവളായിട്ട് തന്നെ മനഃപൂർവ്വം കെട്ടിപ്പടുത്താൻ വീണതാണ്. സത്യം കണ്ടതോടെ കുറച്ചു കാലം മുമ്പ് ഈ റോബോട്ട് കാരണമാണ് ലിന്നിനെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർത്തത്. അത് ഈ വെറുപ്പ് മൂലമാണ് പുറത്താക്കിയെന്ന് ഇവർക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. അന്ന് ആദ്യം തള്ളിയിട്ടത് ആ റോബോട്ട് അവളുടെ അച്ഛനും അമ്മയും ചേട്ടനും അവളുടേതാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. മൊത്തം ലിന്നിനെയാണ് ആ റോബോട്ട് ഉപദ്രവിച്ചത്. ഇത് കാണുന്ന അവർക്ക് തന്നെ വിശ്വസിക്കാനേ പറ്റുന്നില്ല. സ്നേഹം ലഭിക്കാൻ വേണ്ടി റോബോട്ട് ലിന്നിനോട് തെറ്റ് ചെയ്തതായി വരുത്തി അവൾ അവരിൽ നിന്ന് തന്നെ അകറ്റിയത് ആ റോബോട്ടാണ്. സത്യം പുറത്തു വന്നതോടെ അനിയത്തിയോടും മകളോടും ചെയ്തതൊക്കെ ഓർത്ത് അവർ ഒരുപാട് പൊട്ടിക്കരഞ്ഞു. തങ്ങൾ കാരണമാണല്ലോ അവളിപ്പോൾ അവളല്ലാതെ മാറിക്കഴിഞ്ഞു. എല്ലാം കേട്ടൊരു റോബോട്ടിനെ പോലെയായി. അവളുടെ ചേട്ടനും താൻ ചെയ്ത തെറ്റുകൾ ഓരോന്നായി ഓർക്കുന്നു. അവളെങ്ങനെ വേദനിപ്പിച്ചെന്നും തൻ്റെ അനിയത്തിക്ക് നിലകൊള്ളേണ്ട അടുത്ത് ഒരു റോബോട്ടിനെ പിന്തുണച്ചും എല്ലാ സമയം ഓർക്കുകയാണ്. ചേട്ടൻ ഇതോർത്ത് പശ്ചാത്താപം തോന്നി. തൻ്റെ അനിയത്തി ഈ ഒരു അവസ്ഥയിലെത്തിക്കാൻ താനൊരു ഭാഗമായെന്ന് മനസ്സിലായി. അമ്മയ്ക്കും അച്ഛനും തൻ്റെ തെറ്റ് മനസ്സിലായി. കുറച്ച് മണിക്കൂർ ശേഷം ഓപ്പറേഷൻ എല്ലാം പൂർത്തിയായി. എന്നാൽ അവളുടെ അവസ്ഥ കാണുമ്പോൾ അമ്മയുടെ അവസ്ഥ വഷളാവുകയാണ്. അമ്മ പെട്ടെന്ന് ബോധം കെട്ട് വീണു. ബോധം വന്ന അമ്മ അവളുടെ അടുത്ത് നിന്ന് മാറിയതില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ അച്ഛനും എത്തിയതും അവൾക്ക് ബോധം തിരിച്ചു കിട്ടിയതിൽ വളരെ സന്തോഷമായി. അവർ അവളെ ഒന്ന് കണ്ണ് തുറക്കാനായി 3 ദിവസമാണ് ഉറങ്ങാതെ കാത്തിരുന്നത്. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ നിന്റെ കൂടെ തന്നെയുണ്ടെന്ന് പറയുമ്പോൾ ലിന്ന അവരുടെ അഭ്യർത്ഥനകൾ മറുപടി നൽകില്ല. അവൾ മറുപടി പറയാൻ ആജ്ഞ പറയുകയാണ്. ഇത് കേട്ട അമ്മ വീണ്ടും കരയാൻ തുടങ്ങി. അമ്മ അവളോട് നീ ഒരു മനുഷ്യനാണ്, അവരുടെ ആജ്ഞകൾ അനുസരിക്കേണ്ടതല്ല, ആരുടെയും ഉപദേശം നിങ്ങൾ പിന്തുടരേണ്ടതില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം, നിങ്ങളുടെ തെറ്റുകൾ ദയവായി ഞങ്ങളോട് ക്ഷമിക്കാനായി പറയുമ്പോൾ പക്ഷെ ലിന്നയ്ക്ക് അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവൾക്ക് അവസാനമായി നൽകിയ കൽപ്പന മരിക്കുക എന്നതായിരുന്നു. അത് അവൾക്ക് ശരിയായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവർ പുതിയ എന്തെങ്കിലും കൽപ്പന ഉണ്ടോ? ഇത് കേട്ടപ്പോൾ അച്ഛൻ അവളോട് ഈ കൽപ്പന പറഞ്ഞു നിർത്താനായി പറയുന്നു. ഒരു മനുഷ്യനെ പോലെ ജീവിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. ഇനി മുതൽ ആരും അവളെ ഒരു കൽപ്പന നൽകില്ല. ആ നിമിഷം അവളുടെ ചേട്ടൻ ഒഴുകി റോബോട്ടിനെ തന്ന കമ്പനിയിലേക്ക് തിരിച്ചു കൊടുത്തു. അവൾ അവളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ അതൊക്കെയെല്ലാം തന്നിൽ നിന്ന് എടുത്തു മാറ്റി. പക്ഷെ ഇപ്പോൾ അവർ വളരെ എളുപ്പത്തിൽ വന്നതുപോലെ തന്നെ അവൾ തിരിച്ചയച്ചിരിക്കുകയാണ്. അവരും അവളെപ്പോലെ തന്നെ തെറ്റുകാരാണെന്ന് ഓർക്കുമ്പോൾ ചേട്ടനും അമ്മയും അച്ഛനും അവൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ഓരോന്നായി അവർ ചെയ്തതിനൊക്കെ തെറ്റിന് ക്ഷമ ചോദിക്കുന്നു. പക്ഷേ എത്രയൊക്കെ ക്ഷമ പറഞ്ഞാലും ലിന്നിൻ്റെ അവസ്ഥ വളരെ മാറിയിരിക്കുകയാണ്. അവൾ പതുക്കെ അവളുടെ വീട്ടുകാരെ മറക്കാൻ തുടങ്ങി. നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛനും അവളെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ആർക്കും അത് വ്യക്തമായി അവനെ വിശദീകരിച്ച് കൊടുക്കാനും കഴിഞ്ഞില്ല. ചേട്ടനും തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയാണ്. അവൾക്കൊപ്പം ചെലവഴിച്ച നിമിഷങ്ങൾ അവൾ പതുക്കെ ഓർക്കുകയാണ്. പക്ഷേ ഇപ്പോൾ വളരെ വൈകിപ്പോയി. കാരണം അവൾ വികാരമില്ലാത്ത ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയറാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ ഡിസ്ചാർജ് ചെയ്തു. അമ്മ അവൾക്കായിട്ട് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചാകും വന്നത്. ഡ്രസ്സ് കാട്ടുമ്പോൾ അവൾക്കൊരു വികാരം പോലും ഇല്ല. പിന്നീട് അവർ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ കയറിയപ്പോൾ റോബോട്ടിനെ സ്ഥാപിച്ച സ്ഥലമൊന്നും ഇപ്പോൾ കാണുന്നില്ല. കൂടാതെ ഫാമിലി ഫോട്ടോയിലും പോലും ആ റോബോട്ടും ഇല്ല. അവൾക്ക് പിടിച്ചതുപോലെ എല്ലാം മാറ്റിയെടുത്തു. ശേഷം അമ്മ അവളെ അവളുടെ റൂമിലേക്ക് കൊണ്ടുപോയി. മുമ്പ് ആ റൂം ആ റോബോട്ടിനാണ് നൽകിയത്. എന്നാൽ ഇപ്പോൾ ആ റൂം ലിന്നിന് ഇഷ്ടപ്പെട്ട രീതിയിൽ റൂമാക്കിയെടുത്തു. പ്രായച്ചിത്തം പോലെ അവളുടെ ഇഷ്ടമുള്ള രീതിയിലൊക്കെ റൂം അലങ്കരിക്കുകയാണ്. ഇത് കാണുമ്പോൾ അവൾക്ക് ഓർമ്മ വരുന്നത് റോബോട്ട് ഇവിടേക്ക് വന്നപ്പോൾ അവർ അവളെ കൂടുതൽ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. ഇപ്പോൾ തന്നെ സന്തോഷിപ്പിക്കാൻ അവർ എന്തൊക്കെയാണ് കാണിക്കുന്നത്? 3 വർഷം മുന്നേ കോമിക് പുസ്തകം വായിക്കുന്നത് നല്ലതല്ല, ചീത്ത കുട്ടികളാകുമെന്ന് പറഞ്ഞവരിപ്പോൾ ആ പുസ്തകമൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. ശേഷം അത്താഴം കഴിക്കുമ്പോഴും അവൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ആകും അമ്മ ഒരുക്കിയത്. പക്ഷെ അവൾക്ക് അതിൽ ഒട്ടും തന്നെ ആവേശമില്ല. ഒരിക്കൽ അവൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണത്തിലേക്ക് ഇപ്പോൾ നോക്കുന്നത് പോലുമില്ല. ഇത് കണ്ട അവളുടെ ചേട്ടൻ അവളോട് കഴിക്കാൻ പറഞ്ഞ് ആജ്ഞാപിക്കുമ്പോഴാണ് അവൾ കഴിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഇത് എത്ര നാൾ ഇങ്ങനെ തുടരും? അമ്മയ്ക്ക് ഇത് കണ്ട് വളരെ ഖേദമുണ്ട്. തൻ്റെ മകളിങ്ങനെ കാണാൻ അമ്മയ്ക്ക് പറ്റുന്നില്ല. അച്ഛനും നീ ആരുടെയും ആജ്ഞ കേട്ട് നിൽക്കണ്ട, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, കഴിക്കാം. എന്നാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. അവൾക്ക് ഉൾക്കൊള്ളാൻ കൂടുതൽ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്കത് മനസ്സിലാകാൻ പോലും കഴിയുന്നില്ല.
അടുത്ത കുറച്ച് ദിവസങ്ങളിൽ അവർ പതുക്കെ അവളെ ഓർഡർ ചെയ്യുന്നത് നിർത്തി. അതിനാൽ അവൾ ഇരുന്നിടത്ത് തന്നെയാണ് ഇരിക്കുന്നത്, ഒരു യന്ത്രം പോലെ. അമ്മ അവളെ എല്ലാം ഓർമ്മപ്പെടുത്താനായിട്ട് അവളുടെ കുട്ടിക്കാലത്തെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്തു. അന്ന് ഫോട്ടോ എടുക്കുന്ന കഥകളൊക്കെ അമ്മ പറയുമ്പോൾ അവൾക്ക് വളരെ ഇഷ്ടമായതിനാൽ അവൾ ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചു. പിന്നെ അമ്മ അവളെ മറ്റൊരു ചിത്രം കാണുകയാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ അവൾ തറയിൽ കിടക്കുന്നതാണ്. അമ്മയുടെ ലിപ്സ്റ്റിക്ക് മുഴുവൻ അവൾ തേച്ചൊരിച്ച് അവൾ തന്നെ സ്വയം ഹാളിൽ കിടന്ന് ഉറങ്ങുന്ന ആ ഒരു അവസ്ഥയിൽ അവളെ കാണാൻ നല്ല ഭംഗിയായതിനാലാണ് ആ നിമിഷം അമ്മ ഫോട്ടോ എടുത്തത്. തുടർന്ന് അവൾ കുട്ടിയായിരുന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. കുട്ടിയായിരുന്നപ്പോൾ അവൾക്ക് കടുത്ത പനി വന്നിരുന്നു. അവളുടെ അച്ഛൻ അവളെക്കുറിച്ച് വളരെയധികം വിഷമിച്ചതിനാൽ കാറുണ്ടെന്ന് മറന്ന് അച്ഛൻ ചെരുപ്പില്ലാതെയാണ് ഹോസ്പിറ്റലിലേക്ക് നിന്നെ ചുമന്ന് ആശുപത്രിയിൽ എത്തിച്ചത്. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ അവളോട് കാര്യം ചോദിച്ചു, എന്നെ ഒരു തവണയെങ്കിലും അമ്മ എന്ന് വിളിക്കുമോ? ഇത് കേട്ടപ്പോൾ അവൾ കരയാനായി തുടങ്ങി. അപ്പോഴേക്കും അച്ഛനെത്തി മകളെ സാധാരണ നിലയിൽ എത്തിക്കാനായിട്ട് ഒരു മനോരോഗ വിദഗ്ധരെ സമീപിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ അവർ അവളെ കൂട്ടി അച്ഛൻ പറഞ്ഞ ഡോക്ടറിൻ്റെ അടുത്തെത്തി. അച്ഛൻ അവളെ സുഖപ്പെടുത്താൻ എന്ത് വില നൽകാമെന്ന് തയ്യാറാണെന്ന് പറയുമ്പോൾ പരിശോധിച്ച ഡോക്ടർ അവരെ സഹായിക്കാൻ പൂർണ്ണമായി വിസമ്മതിച്ചു. മകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നാണ് അവർ പറയുന്നത്. അവൾ ഒരുപാട് ട്രോമ അനുഭവിച്ചിട്ടുണ്ടെന്നും അവൾ വിഷാദത്തിലാണിപ്പോൾ. അവളുടെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ആദ്യം നിങ്ങളുടെ മകൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് അറിയണം. എന്നാൽ മാത്രമാണ് അവളെ രക്ഷിക്കാൻ പറ്റൂ. അതിനാൽ എല്ലാവരും വീട്ടിലെത്തുമ്പോൾ അച്ഛൻ അവളുടെ അക്കാദമിയിലേക്ക് വിളിച്ച് മകളെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസമായി ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അച്ഛൻ. പക്ഷേ അവരിൽ നിന്നും ഒന്നും കിട്ടിയിട്ടില്ല. ഉത്തരം കിട്ടുന്നതുവരെ അച്ഛൻ നിർത്തുന്നതില്ല. ദിവസങ്ങൾക്കുള്ളിൽ മകളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പുറത്തെടുക്കാൻ അച്ഛൻ തന്നെ അധികാരവും പണം ഉപയോഗിച്ചു. അവിടെ എല്ലാ റിപ്പോർട്ട്സും അങ്ങനെ കിട്ടുകയാണ്. റിപ്പോർട്ടുകൾ ലഭിച്ച ഉടനെ അയാളത് വീട്ടിലേക്ക് കൊണ്ടുപോയി അമ്മയ്ക്ക് കാണിക്കുന്നു. വാങ്ങാൻ വന്ന അമ്മ അച്ഛൻ്റെ മുഖഭാഗം കണ്ടപ്പോൾ പൂർണ്ണമായി ഒന്ന് പേടിക്കുകയാണ്. റിപ്പോർട്ടും ഫോട്ടോയും അവിടെ കയ്യിൽ നിന്ന് തട്ടിയ ഉടനെ അമ്മ അത് കണ്ട് പേടിച്ചു. താഴെ വീണ ഓരോ ചിത്രങ്ങളും എടുത്തു നോക്കുമ്പോൾ മകൾ എത്രത്തോളം ദുരിതമനുഭവിച്ചെന്ന് മനസ്സിലാവുകയാണ്. രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ അവളെ ഒരു പാഠം പഠിപ്പിക്കാനായി ഇലക്ട്രിക് ഷോക്ക് ഏൽപ്പിച്ചു. അക്കാദമിയിൽ അവളോട് വളരെ മോശമായിട്ടാണ് എല്ലാവരും പെരുമാറിയത്. അവിടെയുള്ള ആളുകൾ വളരെ ക്രൂരനായിരുന്നു. അവളൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി അവർ അവൻ്റെ ദേഹസഹലം നീലക്കടല പേസ്റ്റൊക്കെ പുരട്ടി എല്ലാ വിധത്തിലും അവർ അവളെ പീഡിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൾ ക്രമേണ ഇങ്ങനെ മാറിയത്. കഴിഞ്ഞ 3 വർഷം തൻ്റെ മകൾ വളരെയധികം പീഡനം അനുഭവിച്ചിട്ടെന്ന് അറിയുമ്പോൾ അവൾക്ക് അഗാധമായ പശ്ചാത്താപമാണ് തോന്നുന്നത്. തൻ്റെ മകളെ വൈകാരികമായി ദുർബലിക്കാൻ ഇടയാക്കിയ എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കാനായി അമ്മ തീരുമാനിച്ചു. അതിനാൽ തൻ്റെ മകൾക്ക് പറ്റിയതിന് നീതി ലഭിക്കാനായിട്ട് അവൾ ഇറങ്ങുകയാണ്. പണം ഉപയോഗിച്ച് ഒടുവിൽ വിഷയം കോടതിയിലെത്തി. അക്കാദമിയിലെ പ്രിൻസിപ്പളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നു. കാരണം ലോകത്തിൻ്റെ അറിവോടെ ലിന്നിൻ്റെ ജീവിതം മാത്രമല്ല മറ്റ് നിരവധി വിദ്യാർത്ഥിയുടെ ജീവിതമാണ് അയാൾ നശിപ്പിച്ചത്. അയാൾക്കതിൽ പശ്ചാത്താപം ഒന്നുമില്ല. കുട്ടികളെ വളരെ നല്ലവരും അനുസരണയിലേക്ക് വളർത്തിയിട്ടുണ്ട്. എന്നാൽ പ്രിൻസിപ്പൽ കുട്ടികളെ ഇവിടെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. സ്വാതന്ത്ര്യമായി ചിരിക്കാനോ ഭക്ഷണം കഴിക്കാനോ എന്നാൽ അവർക്ക് കഴിയില്ല. പക്ഷെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ കുട്ടികൾ കാണേണ്ടി വരുന്നല്ലോ. തെളിവുകളും സാക്ഷികളും എല്ലാം കോടതിയിലെത്തിച്ചതോടെ തൽഫലമായി നിരവധി കുട്ടികളുടെ ജീവിതം നശിച്ചതിന് ജഡ്ജി തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. എന്നിട്ട് അയാളുടെ പേരിലുള്ള എല്ലാ സ്വത്തും വെച്ച് ജീവിതം തകർന്ന കുട്ടികളുടെ ചികിത്സയ്ക്കായിട്ട് പണം ഉപയോഗിക്കാനായി കോടതി പറഞ്ഞു. ശേഷം അവർ പോകുമ്പോൾ പോലീസ് അവർക്കൊരു വീഡിയോ ക്ലിപ്പ് കൊടുത്തു. അത് അയാൾ കോടതിയിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് അവർ അത് സ്വകാര്യമായി കാണാനായി അവർ കൊടുത്തത്. ഇവരും വീട്ടിൽ ചെന്ന് ആ വീഡിയോ കാണുമ്പോൾ അമ്മ പൊട്ടിക്കരയുകയാണ്. ലിന്നിനെ സംബന്ധിച്ചതും അക്കാദമിയിൽ അവൾ എങ്ങനെ പീഡിക്കപ്പെട്ടു എന്നതും ഈ വീഡിയോയിലുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ലിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായി. പക്ഷെ അവൾക്ക് യാതൊരു ഞെട്ടൽ അനുഭവിക്കപ്പെടുന്നില്ല. തുടർന്ന് ലിന്നിനെ മാറ്റിയെടുക്കാനായിട്ട് അവർ ഡോക്ടറെ കാണിക്കുകയാണ്. എല്ലാം പഠിച്ച ശേഷം ഡോക്ടർ അവളുടെ ചികിത്സ ആരംഭിച്ചു. ഇഷ്ടപ്പെടാത്ത ഭക്ഷണമെല്ലാം അവിടെ മുന്നിൽ വെച്ചു കൊടുത്തു. അത് കഴിക്കാൻ അവളോട് കൽപ്പിക്കുകയാണ്. ഇത് കേട്ട ലിന്ന് ഒരു മടിയും കൂടാതെ അത് വായിലാക്കി. അവൾക്കിത് ഇഷ്ടമാണോ അല്ലയെന്ന് അറിയില്ല. എന്നാൽ ഡോക്ടർ അവളെ തടഞ്ഞു നിർത്തി എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ അത് പറയാനായി പറഞ്ഞ് ചികിത്സ വീണ്ടും തുടരുകയാണ്. കുറച്ച് നാളത്തെ ഡോക്ടറുടെ ചികിത്സയ്ക്ക് ശേഷം അവളിൽ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. ഇപ്പോൾ അവൾ പഴയതുപോലെ പച്ചമുളകൊന്ന് കഴിക്കാൻ നിർത്തി. ഇപ്പോൾ അവൾ വൈകാരികമായി സന്തോഷിക്കാനൊക്കെ തുടങ്ങുകയാണ്. ശേഷം ഡോക്ടർ അവൾക്കൊരു ഭംഗിയായി പൂച്ചക്കുട്ടി നൽകി. അതിനെ തലോടാനൊക്കെ പറഞ്ഞു. ക്രമേണ ഡോക്ടർ അവളിൽ അടിച്ചമർത്തപ്പെട്ട 1314 എന്ന പേരിൽ അവളിൽ നിന്ന് മാച്ചിക്കളയുകയും അവളുടെ പേര് ഓർമ്മപ്പെടുത്തുകയാണ്. പയ്യെ അവൾ ലൈഫിലേക്ക് തന്നെ തിരിച്ചെത്തി. ചെറുപ്പത്തിൽ പാരൻസ് അവളെ എങ്ങനെ സ്നേഹിച്ചെന്നും സഹോദരൻ അവൾ എങ്ങനെ പരിഗണിച്ചെന്നും അവൾ പതുക്കെ ഓർമ്മിക്കാനായിട്ട് തുടങ്ങി. ചേട്ടനോടൊപ്പം കളിച്ചതെല്ലാം അവൾ പെട്ടെന്ന് ഓർക്കുകയാണ്. അവൾ തൻ്റെ കുടുംബം തന്നെ ഉപേക്ഷ നിമിഷം ഓർക്കാൻ തുടങ്ങി. ഇതൊക്കെ ഓർക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീർ ഒഴുകുകയാണ്. ആദ്യമായിട്ടാണ് അവളൊന്ന് മനസ്സ് തുറന്ന് കരയുന്നത്.
കുറച്ച് മാസത്തിനുള്ളിൽ ഡോക്ടറുടെ ചികിത്സ അവളെ പഴയ നിലയിലേക്ക് തന്നെ തിരിച്ചെത്തി. ഇത്രയും ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം അവൾ ആദ്യമായിട്ട് അവളുടെ ഫാമിലിയുടെ മുന്നിൽ എത്തുകയാണ്. എല്ലാവരും അവളെ സന്തോഷത്തോടെയാണ് സ്വാഗതം ചെയ്തത്. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി മകളെ തിരിച്ചു കിട്ടിയതിൽ. എന്നാൽ ഇതിനെല്ലാം കാരണമായ നിമിഷങ്ങളാണ് അവൾ ഓർക്കുന്നത്. എന്നാൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവളുടെ ചേട്ടൻ അവളെ കാത്തുനിൽക്കുന്നുണ്ടായി. അതും അവളോട് ചെയ്തതിന് ക്ഷമ ചോദിക്കുമ്പോൾ അവൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ലെന്നും ആരെയും സ്നേഹിക്കുന്നില്ല. കാരണം അവൾക്ക് 3 പേരെ കാണുമ്പോഴെല്ലാം എങ്ങനെയെല്ലാം ഉപദ്രവിക്കപ്പെട്ടു എന്നതെല്ലാം ആണ് ഓർമ്മ വരുന്നത്. ആ വേദന മുഴുവൻ അവൾ ഒറ്റയ്ക്കാണ് അനുഭവിച്ചത്. അവരെ വളരെയധികം സ്നേഹിച്ചിട്ടുള്ളൂ. അവളെ ഇത്രയും അപകടകരമായ ഒരു സ്ഥലത്തേക്ക് അയച്ചല്ലോ. അതുകൊണ്ട് ഇനി അവർക്കൊപ്പം താമസിക്കാൻ തന്നെ അവൾക്ക് താല്പര്യമില്ല. ഡോക്ടർ ചികിത്സിക്കുമ്പോൾ ചിലതൊക്കെ അവളെ ഓർമ്മപ്പെടുത്തി. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പലരും വന്ന് കടന്നു പോകും. എന്നാൽ ഒരിക്കലും മറ്റൊരാൾക്ക് വേണ്ടി സ്വയം മറക്കരുത്. അത് ബന്ധുവായാലും സുഹൃത്തുക്കളായാലും ഫാമിലി ആയാലും. വീട്ടിലെത്തിയുടനെ അവൾ ബാഗ് പാക്ക് ചെയ്ത് പോകാൻ തീരുമാനിക്കുമ്പോൾ അമ്മയും ചേട്ടനും തടഞ്ഞു. നിങ്ങൾക്ക് ഇത്ര വിഷമമുണ്ടെങ്കിൽ മറ്റൊരു മകളെ ദത്തെടുക്കാനാണ് നല്ലതെന്ന് പറഞ്ഞ് അവൾ ചേട്ടൻ്റെ കൈ തട്ടി മാറ്റി പോവുകയാണ്. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം വിദേശത്തെ പഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഡോക്ടറാകും അവൾ സ്വീകരിക്കാൻ എത്തിയത്. അവൾ ആ ഡോക്ടറെ പോലെ തന്നെ ഒരു ഡോക്ടറാകാനാണ് ആഗ്രഹം. എന്നാൽ അവിടെ തന്നെ അവിടെ ദൂരെ നിന്ന് രഹസ്യമായി അവൾ വീക്ഷിക്കുന്നുണ്ടായി. ശേഷം അവളുടെ മുന്നിലേക്ക് വന്ന് അവളോട് ചെയ്തതിന് ക്ഷമ പറഞ്ഞു ഹോസ്പിറ്റലിൽ അവളുടെ ചേട്ടനെ കാണാൻ വരാനായി ആവശ്യപ്പെട്ടു. ഇപ്പോൾ അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അവൾ പോയി നോക്കുമ്പോൾ 1 മാസത്തിന് മുന്നേ അവളുടെ ചേട്ടന് ചെയ്ത തെറ്റ് ഓർത്ത് ഭ്രാന്തായി. വളരെ കാലത്തിന് ശേഷമാണ് അമ്മ അവളെ കാണുന്നത്. അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അവർക്കിടയിൽ ഒരു അകലം തന്നെ അവൾ വച്ചു. ഇപ്പോൾ അവളുടെ ചേട്ടന് അവളുടെ പേരൊഴികെ മറ്റാരുടെയും പേരും ഓർമ്മയില്ല. ലീനയുടെ കളിപ്പാട്ടം വെച്ച് അവൾക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. തൻ്റെ ചേട്ടന് ഇത്തരം അവസ്ഥയിൽ കാണുന്നത് അവൾക്കൊട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൾ അവളുടെ ചേട്ടൻ്റെ ചികിത്സ ചെലവ് മൊത്തം ഏറ്റെടുത്തു കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അവർക്കൊരു കാർഡ് നൽകി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവൾ സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു ക്ലിനിക്ക് തുറക്കുകയാണ്. അവളുടെ ബിസിനസ് നല്ല രീതിയിൽ തന്നെയാണ് നടന്നു പോകുന്നത്. ഒരു ദിവസം ഒരു സ്ത്രീ ഒരു കൊച്ചുമായിട്ട് വന്ന് അവൾ ആരോടും മിണ്ടുന്നില്ല. അവളെ തന്നെ അമ്മയായിട്ട് അംഗീകരിക്കില്ലെന്ന് പറയുമ്പോൾ ഇത് കേട്ട ലീന ആ കൊച്ചു പെൺകുട്ടി അടുത്തേക്ക് പോയി അവളെ ആശ്വസിപ്പിക്കുകയും അവൾക്ക് ധൈര്യം പകർന്നു കൊടുക്കുമ്പോൾ ലീന അവിടെ കുട്ടിക്കാലമാണ് ഓർമ്മ വരിക. ഇതോടെ ഡ്രാമ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.